ദൈവത്തിൻ്റെ സ്ഥാനത്ത് കയറുമ്പോൾ നമുക്ക് ആഹാരം തന്ന് നമ്മളെ അപകടത്തിൽപ്പെടുത്ത് നോക്കുന്ന വ്യക്തി ഒന്നാമത്തെ ആള് സാത്താനാണ്. രണ്ടാമത് സാത്താൻ്റെ അരുവിയുടെ വ്യക്തികളുണ്ട് ചുറ്റും. പിന്നെ ലോകാരൂപി നീങ്ങുന്ന വ്യക്തികളുമുണ്ട്. നമ്മളിത് മൂന്നും കണ്ടു കഴിഞ്ഞു. ഇനി ഒരു കൂട്ടരും കൂടിയുണ്ട് നമുക്ക് ഈ ദൈവം ഉദ്ദേശിക്കാത്ത ഭക്ഷണം തരാൻ, അല്ല ദൈവത്തിൽ നമ്മളെ അകറ്റി നശിപ്പിക്കുന്ന വിഷകരമായ ഭക്ഷണം ചെന്ന് കഴിഞ്ഞാൽ വയറ് കേടായി ചിലപ്പോൾ ആള് പോലും ജീവൻ പോകുന്ന പോലെയുള്ള വിഷഭക്ഷണം നമുക്ക് തരാൻ സാധിക്കുന്ന ഒരാളും കൂടി ഉണ്ട്. അതാരാണെന്നറിയാവോ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരന്റെ പ്രിയപ്പെട്ട സഹോദരരെ, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുള്ള ഈശോയുടെ നിഷ്കർഷയെ ഒരു പൊതുശീർഷകമാക്കി എടുത്തുകൊണ്ട് കർത്തൃ പ്രാർത്ഥന നമ്മൾ എടുക്കുന്നതായ തിരുവചന വിചിന്തന പരമ്പരയുടെ 72ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരരെ, കർത്തൃ പ്രാർത്ഥനയിലെ 7 യാചനകളിൽ 4ാമത്തെ യാചനയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ആ 4ാമത്തെ യാചന, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. 4 കാര്യങ്ങൾ നമുക്ക് ധ്യാനപൂർവ്വം സമീപിക്കേണ്ടതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു. ആഹാരം എന്താണെന്നുള്ളത്, ആവശ്യമായ ആഹാരം എന്താണെന്നുള്ളത്, അങ്ങ് ഞങ്ങൾക്ക് തരണം എന്നുള്ളത്. ഇന്ന് നമ്മൾ അങ്ങ് തരിക എന്നുള്ളതിനെ നമ്മൾ ചിന്തിക്കുകയായിരുന്നു. അങ്ങ് തരണമേ നമ്മൾ ആബാപിതാവിന് പ്രാർത്ഥിക്കുമ്പം അങ്ങല്ലാതെ വേറെ ആരും തരല്ലേ എന്നുള്ള അർത്ഥമുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവത്തിൻ്റെ സ്ഥാനത്ത് കയറുമ്പോൾ നമുക്ക് ആഹാരം തന്ന് നമ്മളെ അപകടത്തിൽപ്പെടുത്ത് നോക്കുന്ന വ്യക്തി ഒന്നാമത്തെ ആള് സാത്താനാണ്. രണ്ടാമത് സാത്താൻ്റെ അരുവിയുടെ വ്യക്തികളുണ്ട് ചുറ്റും. പിന്നെ ലോകാരൂപി നീങ്ങുന്ന വ്യക്തികളുമുണ്ട്. നമ്മളിത് മൂന്നും കണ്ടു കഴിഞ്ഞു. ഇനി ഒരു കൂട്ടരും കൂടിയുണ്ട് നമുക്ക് ഈ ദൈവം ഉദ്ദേശിക്കാത്ത ഭക്ഷണം തരാൻ, അല്ല ദൈവത്തിൽ നമ്മളെ അകറ്റി നശിപ്പിക്കുന്ന വിഷകരമായ ഭക്ഷണം ചെന്ന് കഴിഞ്ഞാൽ വയറ് കേടായി ചിലപ്പോൾ ആള് പോലും ജീവൻ പോകുന്ന പോലെയുള്ള വിഷഭക്ഷണം നമുക്ക് തരാൻ സാധിക്കുന്ന ഒരാളും കൂടിയുണ്ട്. അതാരാണെന്നറിയാവോ? നമ്മൾ തന്നെയാണ്. നമ്മൾ നല്ല ജാഗ്രത എടുക്കുന്നില്ല എങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഈ സ്വന്തം ഹൃദയം നമ്മൾ സൂക്ഷിക്കണം. ദുഷിച്ച ഹൃദയം അവനവനെ തന്നെ നശിപ്പിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷത്തിലെ 7ാമത്തെ അധ്യായത്തിൽ ഭക്ഷണം വഴി ഉണ്ടാകാവുന്ന അശുദ്ധിയെക്കുറിച്ചുള്ള പരാമർശനം വരുമ്പം കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യഹൂദര് ചിലര് ഈശോ കുറ്റപ്പെടുത്തുന്ന അപ്പസ്വലന്മാർ അങ്ങനെ കൈ കഴുകുന്നു പറഞ്ഞുകൊണ്ട് ഇവർ പറഞ്ഞു വരുമ്പോൾ അതിന് അവസാന ഭാഗത്ത് ഈശോ പഠിപ്പിക്കുന്നുണ്ടല്ലോ. 21, 22, 23 വാക്യങ്ങൾ മർക്കോസ് 7. ഉള്ളിൽ നിന്നാണ്, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, അങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. ഇവയെല്ലാം ഉള്ളിൽ നിന്ന് വരുന്ന അവ മനുഷ്യ അശുദ്ധനാക്കുന്നു. ദുഷിച്ച ഹൃദയത്തിൻ്റെ അവസ്ഥയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിലെ ദുഷിപ്പിൽ നിന്ന് നമുക്ക് ആഗ്രഹങ്ങൾ വരാം. കുളത്തിലെ വെള്ളത്തിൻ്റെ അടിയിൽ വീണ് ആണ്ട് കിടക്കുന്ന എന്തെങ്കിലും ഒരു വസ്തു, ഒരു മൃതശരീരം അല്ലെ എന്തെങ്കിലും ചെയ്യുന്ന വസ്തു അടി കിടപ്പുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവിടെ നിന്ന് ഇങ്ങനെ കൊമള വന്നുകൊണ്ടിരിക്കും മുകളിലോട്ട്. അവിടെ ഇങ്ങനെ ചീർത്ത് വീർത്ത് അങ്ങനെ എന്ന് പറയുന്ന ഗ്യാസ് ഉണ്ടായിട്ട് എന്ന് പറയുന്ന പോലെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന തിന്മകളിൽ നിന്ന് നമുക്ക് വേണ്ടാത്ത ആഗ്രഹങ്ങൾ വന്നിട്ട് അതിനെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് വേണ്ടാത്ത വഴിക്ക് നമ്മൾ പോകാം. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എവിടെയാണ് എങ്ങനെ തിന്മ വരുന്നത്? 2 പോസിബിലിറ്റി നമ്മൾ കാണാനായിട്ടുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ വരാനായിട്ട് സാത്താൻ നമ്മുടെ ഉള്ളിലേക്ക് ചിന്തിട്ട് തരുന്നത് അതല്ല ഉദ്ദേശിക്കുന്നത്, നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മുടെ ഉള്ളിൽ ഒന്ന് ഈ നമ്മുടെ പൂർവികർ വഴി, മുൻ തലമുറകൾ വഴി നമ്മിലേക്ക് ജനറ്റിക്കലായിട്ട് പകർന്നു കിട്ടിയ, ജനനത്തിലൂടെ നമുക്ക് സ്വന്തമാക്കിയിട്ട് ഹെറിഡിറ്ററി ആയിട്ടുള്ള തിന്മയുടെ സ്വാധീനങ്ങൾ നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. ഞാൻ എവിടെയോ വായിച്ചപ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കുകയുണ്ടായി, ഒരു ഭ്രൂണം അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും ബീജു അണ്ഡവും ഇതിലൂടെ പകർന്നൊരു ഭ്രൂണം ഒരു കുഞ്ഞായിട്ട് മാറുമ്പം ആ കുഞ്ഞിലേക്ക് അപ്പൻ വഴി അമ്മ വഴി ബീജവും അണ്ഡവും വഴിയായിട്ട് കുറേ ഡേറ്റ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. 800 MB വരാൻ മാത്രം ഡേറ്റ ഉണ്ടെന്ന് എവിടെ വായിച്ച് ഓർമ്മിക്കുകയാണ്. 800 MB മെഗാബൈറ്റ് ഒരു സാമാന്യം നല്ലൊരു ക്വാണ്ടിറ്റിയാണ്. അതതിൻ്റെ വളരെ സൂക്ഷ്മമായ കോഡ് ചെയ്യപ്പെട്ട അവസ്ഥയിലാണ്, കംപ്രസ് അവസ്ഥയിലാണ് നമ്മൾ ഉള്ളിൽ കിട്ടിയിരിക്കുന്നത്. അതകത്തുണ്ട്. അതകത്ത് നമ്മൾ വളർന്നു വരുമ്പോൾ അത് അവിടെ കിടന്ന് വളർന്ന് വികസിക്കുകയാണ്. അതതിൻ്റെതായ സ്വാധീനങ്ങൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ പലഹാരമൊക്കെ ഉണ്ടാക്കുമ്പം മാവ് കുഴയ്ക്കുന്ന അമ്മ കുടുംബിനി
ഇപ്പം കൊഴുക്കട്ട ഉണ്ടാക്കുന്നു, കൊഴുക്കട്ടയ്ക്ക് മാവ് കുഴച്ച് വെള്ളം ഒഴിച്ച് കുഴയ്ക്കുന്നു, ഇച്ചിരി ഉപ്പിടണം. അശ്രദ്ധമായിട്ട് കുറേ അധികം ഉപ്പിട്ടെന്ന് വിചാരിച്ചു, ഉപ്പിട്ടു. അങ്ങനെ എന്നിട്ട് തിരിച്ചറിയാതെ ആ കുഴച്ച് വെച്ച മാവ് പുഴുങ്ങി, അതുകൊണ്ട് കൊഴുക്കട്ട ഉണ്ടാക്കി പുഴുങ്ങി മേശപ്പുറത്ത് വെച്ചു. അങ്ങനെ വെച്ച ഈ കൊഴുക്കട്ട എടുത്ത് വായി വെച്ച് കടിക്കുമ്പം ഉപ്പ് അതിനകത്തുണ്ട്. അത് പുറത്തുനിന്ന് കൊഴുക്കട്ടയ്ക്ക് വന്ന ഉപ്പല്ല, അകത്തുനിന്ന് തന്നെ വന്ന, മുകളിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. എന്ന് പറഞ്ഞ പോലെ നമ്മളൊക്കെ നമ്മുടെ മാതാപിതാക്കളുടെ ഉള്ളങ്ങളിൽ ഉരുവായപ്പം, ആദ്യം അവരുടെ ഹൃദയങ്ങളിൽ, പിന്നെ അവരുടെ ശരീരത്തിൽ ഉരുവായപ്പം അവരിലുള്ള നന്മയും തിന്മയും നമ്മിലേക്ക് പകർന്നു കിട്ടിയിട്ടുണ്ട് പല രീതിയിൽ. ഇതാണ് തലമുറകളുടെ വിശുദ്ധീകരണത്തിൻ്റെ ആവശ്യം ചൂണ്ടിക്കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ ഉത്ഭവഭാവത്തെ പ്രബോധനം മുഴുവൻ ഇതിന് അടിസ്ഥാനമാണ്. നമുക്കറിയാമല്ലോ, ആദ്യം മാതാപിതാക്കൾ ചെയ്ത പാപം അവരുടെ മനുഷ്യപ്രകൃതിയെ അധപ്പതിപ്പിച്ചു. അവർക്ക് ഉത്ഭവവിശുദ്ധിയുടെ നീതിയുടെ കൃപാവരം തൽക്ഷണം നഷ്ടമായി. അതിൻ്റെ സ്ഥലത്ത് പിന്നെ ഭയം കയറി, ദൈവത്തിൽ നിന്ന് അവർ ഓടി അകലാൻ തുടങ്ങി, ഭീകരമായ ധാരണയുണ്ടായി. ഇതെല്ലാം CCC കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. 399 നമ്പർ വായിക്കുക കാണാം. അങ്ങനെ പിന്നീട് അതിന് ബാക്കി വായിക്കുമ്പോൾ ഇങ്ങനെ അവരുടെ പ്രകൃതം അധപ്പതിച്ച അവസ്ഥയിൽ അവർ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തപ്പം പ്രജനനത്തിലൂടെ, അതായത് ഉത്ഭവവിശുദ്ധിയും നീതിയും നഷ്ടപ്പെട്ട മനുഷ്യപ്രകൃതിയുടെ സംപ്രദാനത്തിലൂടെയാണ് ആദ്യ മാതാപിതാക്കളുടെ പാപം സമസ്ത മക്കളിലേക്കും മാനവശം മുഴുവനിലേക്കും സംക്രമിച്ചത് എന്ന് പറഞ്ഞ് ഈ 399 കഴിഞ്ഞിട്ട് 400, 404, 405 കണ്ണികളിൽ CCC സഭയുടെ, കത്തോലിക്ക സഭയുടെ മതപരങ്ങളുടെ കാര്യം പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ മാതാപിതാക്കൾ ആദവും ആവുകയും ചെയ്ത പാപം മാത്രം മക്കളിലേക്ക് കിട്ടി. പിന്നെയുള്ള മാതാപിതാക്കളുടെ പാപം ഒന്നും മക്കൾക്ക് കിട്ടിയില്ലെന്നാണോ? അല്ല, സകല മാതാപിതാക്കളും പിന്നെ ചെയ്ത നന്മകൾ വഴി ആർജിച്ച കൃപ അവിടെ മക്കൾക്ക് കൊടുത്തിട്ടുണ്ട്. അവർ ചെയ്ത തിന്മകൾ വഴി ചോർത്തിക്കളഞ്ഞ കൃപ മക്കൾക്ക് കിട്ടാതെ പോയിട്ടുണ്ട്. ആ കൃപയുടെ കരുത്തില്ലാതെ പോയപ്പോൾ അതിൻ്റെ അഭാവം ചില തിന്മകളായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു തിന്മകളുടെ അല്ലെങ്കിൽ ചോർന്നുപോയ കൃപയുടെ ഇല്ലായ്മയുടെ ദുസ്വാധീനത്തിന് പറയുന്ന പേരാണ് ആസക്തി, പാപാസക്തി. ഇത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞതായ ഖണ്ഡികളിൽ സഭയുടെ മതപരമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ആദം അവ്വ മുതൽ ഞാൻ വരെയുള്ള എൻ്റെ മൂൾ തലമുറയിലേക്ക് നോക്കിയാൽ അപ്പം വഴി അമ്മ വഴി എന്ന് മാത്രം പൂർവികരുണ്ട്. അവിടെ ലൈഫിൽ നന്മകൾ പകർന്നു കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് പല രീതിയിൽ പല അളവിൽ തിന്മകൾ പകർന്നു കിട്ടിയിട്ടുണ്ട്, പല രീതിയിൽ പല അളവിൽ. അതെൻ്റെ ഉള്ളിലിങ്ങനെ ഡിപ്പോസിറ്റഡ് ആണ്, എൻ്റെ ഹൃദയം. ആ ഉള്ളിന് പറയുന്നൊരു പേരാണ് ഹൃദയം. ഒരു അവയവം എന്നുള്ളതല്ല ഹൃദയം. നമുക്കറിയാം നമ്മുടെ ആന്തരിക വ്യക്തിത്വം, ആന്തരിക അവസ്ഥ, അല്ല ജനറ്റിക്കൽ കോഡ് എന്ന് പറയുന്നതുള്ള കാര്യങ്ങൾ, ഇതെല്ലാം അത് അവിടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇതാണ് ഈ വിത്ത് ഗുണം എന്ന് പറയുന്നത്. നമുക്കറിയാലോ, ഏതൊരു വിത്ത് ഗുണവും മണ്ണു ഗുണവും ഉണ്ട് ഏതൊരു സസ്യത്തിനും. അത് മനുഷ്യർക്കും അങ്ങനെ തന്നെയാണ്. നേച്ചർ ആൻഡ് നെർച്ചർ. നേച്ചർ എന്ന് പറഞ്ഞ പ്രകൃതിയായി കിട്ടിയിരിക്കുന്ന കാര്യം, നെർച്ചർ സാഹചര്യം കൊണ്ട് വന്നിരിക്കുന്നത്. വിത്ത് ഗുണം അതാണ് നേച്ചർ, ഹെറിഡിറ്റി, നമുക്ക് അപ്പനും അമ്മയും വഴി കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ. പിന്നെ നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിൽ ഇടപെട്ട വ്യക്തികൾ കണ്ടതും കേട്ടതും കാര്യം, അതെല്ലാം വഴി നമുക്ക് കിട്ടിയിരിക്കുന്ന നന്മകളും ഉണ്ട് തിന്മകളും ഉണ്ട്. അത് നെർച്ചറിങ് ഫാക്ടേഴ്സാണ്. നെർച്ചറിങ്, വിത്ത് ഗുണവും മണ്ണ് ഗുണവും നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇത് രണ്ട് മേഖലയുണ്ട്. ഇത് 50-50 ഇമ്പോർട്ടൻ്റ് ആണ്, പ്രാധാന്യത്തോടെ പരിഗണിക്കേണ്ടതാണെന്ന് നമുക്ക് ശാസ്ത്രം സൈക്കോളജി പോലും പഠിപ്പിക്കും. സഭയുടെ മതഗ്രന്ഥത്തിൽ കൃത്യമായിട്ട് പറയുകയാണ്, ഇങ്ങനെ ഒരു അധപ്പതിച്ച അവസ്ഥ നമുക്ക് വന്നിട്ടുണ്ട് ഉത്ഭവ പാപം വഴി എന്നുള്ളത് അവഗണിക്കുന്നത് ഗൗരവമേറിയ അബദ്ധങ്ങൾക്ക് വഴിതെളിക്കും. ധാർമ്മിക മേഖലയിലും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലും രാഷ്ട്രീയ മേഖലയിലും എല്ലാം എന്ന് സഭ കൃത്യമായിട്ട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരു അധപ്പതിച്ച അവസ്ഥ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ദാവീദ് 2 മേഖലയിൽ പാപം ചെയ്തതായിട്ട് സാമുവേലിന്റെ 2-ാം പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ ബേത്ശബയുമായി വ്യഭിചാരം, പിന്നെ ബേത്ശബയുടെ ഭർത്താവ് ഉറിയെ കൊല്ലിക്കുന്നു, 5-ാം പ്രമാണം 6-ാം പ്രമാണം ലംഘിച്ചു. നാഥാൻ വന്ന് പിന്നീട് ഇതേപ്പറ്റി ബോധ്യം കൊടുത്ത് സംസാരിക്കുമ്പം 2 സാമുവേൽ 12-ാം അധ്യായത്തിൽ നാഥാൻ പറയും, ഈ 2 തിന്മ നീ ചെയ്തത് കൊണ്ട് ഈ 2 മേഖലകളിൽ നിന്റെ കുടുംബത്തിൽ ഒരുപാട് ഉപദ്രവം വരും. പിന്നെ നമ്മൾ കാണുകയാണ് അവൻ്റെ മക്കളെ പറ്റി ചിന്തിക്കുമ്പോൾ അമ്നോനും താമാറും അബ്സലോവും പിന്നെ സോളമൻ, ഇവിടെയൊക്കെ ലൈഫിൽ ഈ ലൈംഗിക മേഖല 6-ാം പ്രമാണത്തിൻ്റെ മേഖല, ലൈംഗിക മേഖല ഒത്തിരി തെറ്റുകൾ തിന്മകൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ കൊലപാതകങ്ങൾ, രക്തചൊരിച്ചിൽ ഒത്തിരി ഉണ്ടാകുന്നുണ്ട്, 2 തിന്മ. അപ്പോൾ ദാവീദ്, ഇപ്പോൾ അമ്നോൻ ഇങ്ങനെ സ്വന്തം സഹോദരിയായ താമാറിനെ പോലും
ലൈംഗിക ക്ഷോഭയോടെ നോക്കുന്നു, അവളെ കെണിപ്പെടുത്തി ബലാത്കാരം നശിപ്പിക്കുന്നു. ദാവീദിൻ്റെ ഒരു മകനായ അബ്സലോം തൻ്റെ അമ്മ സ്ഥാനത്തുള്ള 10 പേരെ പരസ്യമായിട്ട് മട്ടുപ്പാവിൽ കൊണ്ട് അവമാനിച്ചു. സോളമനാണേലും ഒത്തിരി വിദേശ വനിതകളെ പ്രേമിച്ച് വിവാഹം ചെയ്ത് കൊട്ടാരത്തിൽ കൊണ്ടുവന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 12-ാം അധ്യായം വായിച്ച് നോക്കിക്കും. അവിടെ അവരുടെ നേർക്ക് വല്ലാണ്ട് ബലഹീനതപ്പെട്ടിട്ട് അവരെ പ്രേമിച്ചും വല്ലാണ്ട് അവരുടെ മുമ്പിൽ ഒരു പാവയെ പോലെ ആയി. അങ്ങനെ വിഗ്രഹാരാധനയ്ക്ക് ഇടവരുത്തി ദൈവത്തെ ഉപേക്ഷിക്കപ്പെട്ടു സോളമൻ. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളൊരു വല്ലാത്ത തെറ്റായ രീതിയിൽ പോകാനുള്ള പ്രവണത ഈ പറഞ്ഞ ആൾക്കാരൊക്കെ എങ്ങനെ ഉണ്ടായി ചിന്തിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ കിട്ടിയ മുൻ തലമുറകളിൽ നിന്ന് ഉള്ളിൽ കിട്ടിയ ദുഷിപ്പാണ്. ആ ദുഷിപ്പ് കടന്ന് പ്രവർത്തിച്ചിട്ട് അത് തിരിച്ചറിയാൻ പറ്റാതെ, തിരുത്താൻ പറ്റാതെ വീണ് പോകുന്നതാണ്. ഇത് നമ്മൾ ശ്രദ്ധിക്കുന്ന മേഖലയാണ് നമ്മൾ തലമുറകളുടെ വിശുദ്ധീകരണം. നമ്മൾ ഗൗരവത്തോടെ തന്നെ പരിഗണിക്കേണ്ടതാണ്. സഭയുടെ മതബോധ ഗ്രന്ഥം ഇതേക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ ആദ്യ മാതാപിതാക്കളുടെ പാപം വഴി ഉത്ഭവത്തോടെ വരുന്നതായ ദുസ്വാധീനവും സകലരുടെ വ്യക്തിപരമായ പാപത്തിൻ്റെ സ്വാധീനം ചേർന്ന് ലോകത്തിന് മുഴുവൻ ഒരു തിന്മ വരുത്തിയിട്ടുണ്ട്. ആ തിന്മയ്ക്ക് സുവിശേഷകനായ യോഹന്നാൻ കൃത്യമായിട്ട് പറയുന്ന പേരാ ലോകത്തിൻ്റെ പാപം. യോഹന്നാൻ സുവിശേഷം 1-ാം വാക്യം. ലോകത്തിൻ്റെ പാപം നീക്ക് ദൈവത്തിൻ്റെ കുഞ്ഞാട് ഈശോയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് പൂർവികർ വഴി വന്നിരിക്കുന്ന തിന്മകളെല്ലാം നീക്കാൻ ഈശോയ്ക്ക് പറ്റും. അവിടെ ആ തിന്മകൾക്ക് വേണ്ടി പരിഹാരം ചോദിച്ചും പരിഹാരം പ്രാർത്ഥിച്ചുകൊണ്ടും കുർബാന അർപ്പിക്കുക, സംബന്ധിക്കുക, കരുണക്കൊന്ത ചൊല്ലി നല്ലപോലെ പ്രാർത്ഥിക്കുക. ഇവിടെ ഞാൻ ധ്യാനത്തിൽ വരുന്നവർക്കെല്ലാം പറയും, ഒരു 9 കരുണക്കൊന്തയെങ്കിലും അറിഞ്ഞുകൊണ്ട് ചൊല്ലി ദിവസേന പ്രാർത്ഥിച്ചേ. ഇപ്പോൾ ഒരു പ്രത്യേക തിന്മ നിൻ്റെ ഹൃദയത്തിൽ ജഡികാസക്തി ദാവീദിൻ്റെ മക്കൾക്ക് അനുഭവപ്പെട്ടു, അല്ലെങ്കിൽ കൊല്ലാൻ രക്തച്ചൊരിച്ചിലുള്ള ആസക്തി ഇങ്ങനെ അനുഭവപ്പെടുകയാണ്, കോപം, ക്രൂരത, അങ്ങനെയൊക്കെ ഏതെങ്കിലും ചിലപ്പോൾ വാശിയായിരിക്കാം, വെറുപ്പായിരിക്കാം, അഹങ്കാരമായിരിക്കാം, അസൂയ, അലസത, അല്ലെങ്കിൽ സാമ്പത്തികമായ മേഖലയിൽ ചോർച്ച വരുന്ന അങ്ങനെ ഒത്തിരി ഏത് മേഖലയിലും വരാം. കാരണന്മാർ വഴി ചോർത്തി കളഞ്ഞ കുർബ നമുക്ക് കിട്ടാതെ വരാം, കരുത്തലായ്മ അനുഭവപ്പെടാം. ആ തിന്മയെ നമുക്ക് മാറ്റാനായിട്ട് ഈശോയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. കരുണക്കൊന്ത എലുമ്പ് നിത്യപിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ, പ്രത്യേകിച്ച് എൻ്റെ ഹൃദയത്തിൽ കാരണവന്മാർ പൂർവികർ വഴി പതിഞ്ഞ് കയറി കിടക്കുന്നതായിട്ട് ഞാൻ കാണുന്ന, അങ്ങനെ ഉള്ളിൽ കിടന്നുകൊണ്ട് എന്നെ വഴിതിരിക്കാൻ നിരന്തരം ബലപ്രയോഗം നടന്ന ആസക്തിയാണ് അനുഭവപ്പെടുന്ന ഇന്ന തിന്മ. ഇപ്പോൾ ഉദാഹരണം മദ്യപാന ആസക്തി. അപ്പോൾ നിത്യപിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ, പ്രത്യേകിച്ച് എൻ്റെ മദ്യപാന ആസക്തിക്ക് കാരണമായി ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരെ വഴി എന്നിലേക്ക് വന്നിട്ടുള്ള സകല തിന്മയ്ക്കും പരിഹാരമായി അങ്ങനെ എടുത്തു പറഞ്ഞ് അങ്ങനെ വല്ലസര സോദനും ഞങ്ങളുടെ രക്ഷകനും കർത്താവായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാദൈവത്തെ കാഴ്ചയർപ്പിക്കുന്നു. അങ്ങനെ ഇടയ്ക്കൊരുവിനെ എടുത്തു പറഞ്ഞുകൊണ്ട് കരുണക്കം, ബാക്കി നോർമലായ രീതിയിൽ ചൊല്ലി കരുണക്കൊന്ത ഒന്നിനു പുറകെ ഒന്നായിട്ടൊരു 1 മണിക്കൂർ സമയം പ്രാർത്ഥിച്ച് അങ്ങനെ കരുണക്കൊന്ത തന്നെ ചൊല്ലി, ഒരു 9 കരുണക്കൊന്ത അല്ലെങ്കിൽ അങ്ങനെ കുറേ ദിവസങ്ങൾ അടുപ്പിച്ച് ഒരു 21 ഡേയ്സ് പ്രാർത്ഥിച്ചേ. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ കിടക്കുന്ന ഈ അഴുക്ക് അശുദ്ധി പയ്യെ അവിടുന്ന് ലോകത്തിൻ്റെ പാപം നീക്കുന്ന കുഞ്ഞാടെ ഈശോ നീക്കി കളയും. അങ്ങനെ നമുക്കത് ശുദ്ധീകരിക്കണം. ശുദ്ധീകരിക്കുമ്പോഴപ്പോഴാണ് നല്ല മനുഷ്യൻ തൻ്റെ ഉള്ളത്തിൻ്റെ നന്മയുടെ ഭണ്ഡാരത്തിൽ നന്മ പുറപ്പെടുവിക്കുന്നു. മത്തായി 12 നമ്മൾ വായിക്കുന്നില്ലേ, 31, 30 വാക്യങ്ങളില്ല. അപ്പോൾ ദുഷ്ടനായ മനുഷ്യൻ തൻ്റെ ഉള്ളത്തിലെ ദുഷ്ടതയിൽ നിന്നും തിന്മ പുറപ്പെടുവിക്കുന്നു. 33, 34 വാക്യങ്ങളാണ്. അപ്പം ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് അതിനെ സംസാരിക്കുന്നത്, അതിനെ സംസാരിക്കുന്നത് മാത്രമല്ല, കണ്ണുകൾ നോക്കുന്നത്, കൈകൾ നീളുന്നത്, കാലുകൾ ചുവട് വെച്ച് നീങ്ങുന്നതൊക്കെ ഹൃദയത്തിൻ്റെ ആഗ്രഹത്തിൽ നിന്നാണ്. ആ ഹൃദയത്തിൻ്റെ തിന്മ ആണെങ്കിൽ തിന്മയിലേക്ക് പോകും, നോട്ടവും പ്രവർത്തനവും എല്ലാം പെരുമാറ്റം. നന്മയാണെങ്കിൽ നന്മയിലേക്ക് പോകും. അപ്പോൾ ഹൃദയത്തിൽ തിന്മ വരാനുള്ള ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് പൂർവികർ വഴി വന്നിരിക്കുന്നത്. മറ്റൊന്ന്, നമ്മൾ തന്നെ നമ്മുടെ കൊച്ചുനാൾ മുതൽ ചിലപ്പം വിവേകമില്ലാതെ സാഹചര്യത്തിൻ്റെ തടലിൽ ഇറങ്ങി മുങ്ങിക്കുടിച്ചതായ ചില തിന്മകളുണ്ടാകും. അപ്പം അങ്ങനെ തിന്മ പതിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ അത് നമ്മളെ പിന്നെ സാധിച്ചുകൊണ്ടിരിക്കും. അതാണല്ലോ തർക്കദോഷങ്ങൾ വന്നിട്ട് പിന്നെ അത് വെച്ചുകൊണ്ട് പോവുകയാണ്. കൊച്ചുനാളെ മുതലേ അപ്പനൊരു കൊച്ചിനെ, മദ്യപനായൊരു അപ്പൻ, ഒരു കൊച്ചു പറഞ്ഞതാണ്, ഇന്നിപ്പോൾ 10-7 വയസ്സുണ്ട്, പക്ഷെ ആ മനുഷ്യൻ പറയും, അച്ഛാ ഞാൻ കൊച്ചുനാൾ മുതലേ ഇങ്ങനെ മദ്യപാനത്തിൽ പെട്ടുപോയി, എൻ്റെ വല്യപ്പനാണ് ചെയ്തത്. വല്യപ്പൻ മദ്യം മേടിച്ച് പുറവസ്ഥ മുറി കൊണ്ട് വെക്കും, ഞാൻ കൊച്ചായിരിക്കും എന്നെ കൊണ്ട് എടുപ്പിച്ചുകൊണ്ട് വരും, ഞാൻ എടുത്തുകൊണ്ട് കൊടുക്കുമ്പോൾ സന്തോഷമായിട്ട് കുറച്ചെൻ്റെ വായിലൊഴിച്ചു തരും. അങ്ങനെ ഞാൻ കുഞ്ഞുനാൾ മുതലേ കൊച്ചു പാലിലായിരിക്കും മുതൽ കുടിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ഉള്ളിൽ മദ്യപാന ആസക്തി കയറി ഇപ്പോൾ വല്യപ്പനും അപ്പനും ഒക്കെ മരിച്ചു, ഞാൻ 10-7 വയസ്സ്, പക്ഷേ എനിക്ക് കുടിക്കാതിരിക്കാൻ പറ്റത്തില്ല, കുടിക്കാൻ തോന്നിപ്പോവുക, നീന്തിരിക്കാൻ പറ്റുന്നില്ല. കേട്ടോ, അപ്പം കൊച്ചുനാൾ മുതലേ സ്വയം ചെയ്ത തിന്മ പതിഞ്ഞ് കിടക്കുകയാണ്. അത് കടന്നിട്ട് സ്വാധീനിച്ചിട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് പ്രഭാഷകൻ്റെ പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 1 വാക്യങ്ങളിൽ സർപ്പത്തിൽ നിന്നൊരു പാപത്തിൽ നിന്ന് ഓടി അകലുക, നീ പാപം ചെയ്തിട്ടുണ്ടോ, ഇത് ചെയ്യരുത്,
ആ പഴയ പാപത്തിൻ്റെ മോചനത്തിനായിട്ട് പ്രാർത്ഥിക്കണം. പഴയ പാപങ്ങളെല്ലാം ഒരു ആസക്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ആസക്തിയുടെ പിടുത്തമുള്ളിൽ കിടപ്പുണ്ട്. അതിൽ നിന്ന് ഹൃദയത്തെ മോചിപ്പിക്കണം. സത്യമാർഗത്തിൽ നമ്മളെ നയിക്കാനായിട്ട് പ്രാർത്ഥിക്കുക. മോചനം എങ്ങനെയാണ്? ദൈവത്തിൻ്റെ കൃപ ചോദിക്കുക, ദൈവസന്നിധി വ്യാപരിക്കുക, വചനം ഒരുപാട് വായിക്കുകയും കേൾക്കുകയും ചെയ്യുക, പ്രാർത്ഥനകൾ ഏർപ്പെടുക, ചില പ്രത്യാകൃത്യങ്ങൾ ഏർപ്പെടുക, നോയമ്പുകൾ അനുഷ്ഠിക്കുക. അങ്ങനെ നമുക്ക് ഹൃദയത്തെ വിശുദ്ധീകരിക്കാനായിട്ട് പറ്റും. അപ്പം ഇങ്ങനെ രണ്ട് മേഖലയെ ഹൃദയത്തിലേക്ക് വന്നിരിക്കുന്ന തിന്മകൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന അവസ്ഥ നമ്മളെ സ്വന്തം വഴിക്ക് പോകാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട്. സ്വന്തം വഴിക്ക് ഇഷ്ടത്തിന് അഴുക്കായ ആഹാരം തേടാൻ ധൂർത്തപുത്രൻ അപ്പൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. സ്വന്തം പ്ലാനും പദ്ധതിയാണ്, ചെന്നിട്ട് അവസാനം നശിക്കുകയാണ്. അപ്പം നമ്മളിങ്ങനെയുള്ള ഹൃദയത്തിൻ്റെ ഈ ദുരാശകളെ തിരിച്ചറിയാൻ അതിൻ്റെ പിന്നാലെ പോകുമ്പം നമുക്ക് തന്നെ സെലക്ട് ചെയ്യുന്ന ഭക്ഷണം അത് നമുക്ക് ദുരന്തം വരുത്തുന്നതാണ്. അപകടത്തിലടിക്കുക നമ്മൾ അറിയുന്നില്ല, പിന്നെ അറിയുന്നുള്ളൂ. നിസ്സാരമായ വിഷാംശമുള്ള കേടുവന്നൊരു ഭക്ഷണം കഴിച്ചാൽ പോലും, നിസ്സാരം കഴിച്ചാൽ പോലും നമുക്കറിയാം വയർ അപ്സെറ്റ് ആകും, ലൂസ് മോഷൻ ആകും, ഗ്യാസ് ആകും, ചിലപ്പോൾ ആശുപത്രി പോകേണ്ടി വരും, ഒരുപാട് തന്നെ പോകാം. ഒന്നാന്തരം യാത്ര പോകുന്നതിനിടയ്ക്കൊക്കെ ഭക്ഷണം തെറ്റിച്ച് കഴിച്ചാൽ ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാൻ മേലത് കടപ്പായി പോയെന്ന് വരും. പല അനുഭവങ്ങളുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ നമ്മുടെ ഒരു രക്തത്തിന് വെച്ച് ഒരാൾ എടുത്ത് കഴിക്കുക, ഇത് കഴിച്ച് നോക്കട്ടെ, കൊള്ളാമല്ലോ, ഞാൻ നോക്കട്ടെ, ഇങ്ങനെ തോന്നിയ വഴിക്ക് നമ്മുടെ ആസക്തിയും താല്പര്യം വെച്ച് കഴിക്കാൻ പോയാൽ പണി കിട്ടും. അപ്പം ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പം അപ്പം അങ്ങ് മാത്രമേ എനിക്ക് ഭക്ഷണം തരാവുള്ളൂ, അത് മാത്രമേ ഞാൻ കഴിക്കാനിട വരാവുള്ളൂ. അങ്ങയുടെ സ്ഥാനത്ത് കയറുമ്പോൾ സാത്താൻ തരുന്ന എനിക്ക് വേണ്ട, സാത്താൻ അകത്തുള്ള ആൾക്കാർ തരുന്ന എനിക്ക് വേണ്ട, ലോകത്തിൻ്റെ ഇതിൽ പോകുന്ന ആൾക്കാർ അവർ തരുന്ന എനിക്ക് വേണ്ട. എൻ്റെ തന്നെ ദുഷിപ്പിനകത്തുനിന്ന് വരുന്ന ആഗ്രഹം വെച്ചോണ്ട് ഞാൻ പോയി തപ്പിയെടുക്കാൻ നോക്കുന്ന ആഹാരവും എനിക്ക് കഴിക്കാനിട വരല്ലേ. ഈ 4 കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈശോമിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സഹവാസം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.